KTU 2019 സ്കീം സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ മൊഡ്യൂൾ 5 തിയറിയാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഒബ്ലിക് സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സുകളുടെ ഒരു ഫിഗറാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. അതിൽ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ പഠിച്ച പ്രിൻസിപ്പൽ സ്ട്രെസ്, പ്രിൻസിപ്പൽ പ്ലെയിൻ, അതിൻ്റെയൊക്കെ ഡെഫിനേഷൻസാണ്. അപ്പോൾ ഒരു പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് 0 ആണെങ്കിൽ ആ പ്ലെയിനിന് വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ. അതിൽ ആക്ട് ചെയ്യുന്ന ഡയറക്റ്റ് സ്ട്രെസ്സിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രിൻസിപ്പൽ പ്ലെയിനിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ മാക്സിമം മിനിമം അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെയിൻ എന്നും, ഏത് പ്ലെയിനിലാണോ ഷിയർ സ്ട്രെസ് 0 അതുപോലെ തന്നെ നോർമൽ സ്ട്രെസ്സും 0 അതിനെയാണ് നമ്മൾ പ്ലെയിൻ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നേരെ കോളത്തിൻ്റെ തിയറിയിലേക്ക് കിടക്കാം. കോളം എന്ന് പറയുമ്പോൾ വെർട്ടിക്കലി ലോഡ് മെമ്പറാണ്. നമ്മൾ ഓൾറെഡി പ്രോബ്ലമൊക്കെ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇപ്പോൾ ഷോർട്ട് കോളും ഉണ്ട്, ലോങ് കോളും ഉണ്ട്. ഇപ്പോൾ കോളത്തിൽ വെർട്ടിക്കലി ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിന് ക്രഷിംഗ് ആണ് ഉണ്ടാവുക, ക്രഷ് ചെയ്തിട്ടാണത് ഫെയിലാവുക. ലോങ് കോളമാണെങ്കിൽ അത് ബെൻഡ് ചെയ്തിട്ട് ബക്കിൾ ചെയ്തിട്ടാണ് ഫെയിലാവുക. അപ്പോൾ യൂളേഴ്സ് തിയറിനകത്ത് ഉള്ള കുറച്ച് അസംഷൻസും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള തിയറിയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഡയറക്റ്റ് സ്ട്രെസ് നെഗ്ലിജിബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ബെൻഡിങ് സ്ട്രെസ്സിന് ആയിരിക്കും കൂടുതലുണ്ടാവുക. ഫെയിലാവുന്നത് ബെൻഡിങ് വെച്ചിട്ടായിരിക്കും. അസംഷൻസ് വരികയാണെങ്കിൽ കോളം പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റും, ലോഡ് കറക്റ്റ് ആക്സിയൽ ആയിരിക്കും അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ കോളം ത്രൂ ഔട്ട് സെയിം ക്രോസ് സെക്ഷൻ ആയിരിക്കണം, പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ആയിരിക്കണം, ലെങ്ത്ത് ലാർജ് ആയിരിക്കണം കമ്പയർഡ് ടു അതിൻ്റെ ബാക്കിയുള്ള ഡയമെൻഷൻസ് വെച്ച് നോക്കുമ്പോൾ. ഷോർട്ടനിങ് ഓഫ് ദ കോളം എപ്പോഴും കംപ്രഷൻ കൊണ്ട് തന്നെ ആയിരിക്കണം, ബക്കിളിങ് കാരണമായിരിക്കണം ഫെയിൽ ഉണ്ടാവണം. ഈ അസംഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം യൂളേഴ്സ് ഫോമുലയൊക്കെ. അപ്പോൾ അതിനെ നമ്മൾ പഠിച്ച 4 കണ്ടീഷൻസിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ നോക്കണം. ആദ്യം ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്. അതിനകത്ത് ആ ബീം നമ്മൾ വരച്ചിട്ടുണ്ട്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് പിയും, അതുകൊണ്ടാണ് ഡിഫ്ലക്ഷൻ വൈവാണ്. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് -P × y എന്ന് എഴുതാം. അപ്പോൾ എമ്മിൻ്റെ ഇക്വേഷൻ EI(d²y/d² അവിടെ നമ്മൾ അതിനെ -P × y വെച്ച് ഇക്വേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളത് y കിട്ടാൻ വേണ്ടി അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വൈയുടെ ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് എക്സിന് 0യും വൈക്ക് 0യും കൊടുക്കുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. അതുപോലെ എക്സിന് എല്ലെന്നും വൈക്ക് 0 എന്നും കൊടുക്കുമ്പോൾ വേറൊരു ഇക്വേഷൻ കിട്ടും. അവിടെ നിന്നാണ് നമ്മൾ പിയുടെ ഇക്വേഷനിലേക്ക് എത്തുന്നത്. അടുത്തത് 1 എൻഡ് ഫിക്സഡ് അതർ എൻഡ് ഫ്രീ. അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് സെൻറ്ററിൽ നിന്ന് A എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലേക്ക് മാറിയിട്ടാണ്. അപ്പോൾ നമ്മൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ P × A - y എന്ന് വരും. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ എല്ലാം വൈയുടെ ടേമിനെ PY/EI നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് അഗെയിൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വൈയുടെ ഇക്വേഷനിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് എക്സിന് 0യും dy/dxന് 0യും കൊടുക്കുമ്പോൾ നമുക്ക് B0 എന്ന് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് എക്സിന് എല്ലും വൈക്ക് എയും കൊടുക്കുമ്പോൾ അടുത്ത എയുടെ ഇക്വേഷൻ കിട്ടും. അങ്ങനെ നമ്മളത് രണ്ടും വച്ചിട്ട് പിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ബോത്ത് എൻഡ് ഫിക്സഡിൻ്റെ കേസിൽ എമ്മിൻ്റെ ഇക്വേഷൻ -P × y തന്നെയാണ്. അപ്പോൾ ഓൾറെഡി ഒരു ഫിക്സഡ് മൊമെൻ്റ് അവിടെ ഉണ്ട് എയിലും ബിയിലും, അത് M0. അപ്പോൾ M0 നമ്മൾ ആ M മൈനസ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ അഗെയിൻ ആദ്യം ചെയ്ത പോലെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വൈയുടെ ഇക്വേഷൻ എത്തിക്കുന്നു. ലിമിറ്റ് എക്സും വൈയും 0 കൊടുക്കുന്നു, അവിടെ നിന്ന് A കിട്ടുന്നു. അതുപോലെ x0 dy/dx 0 കൊടുക്കുമ്പോൾ അവിടെ നിന്ന് B കിട്ടുന്നു. എന്നിട്ട് അതിൽ നിന്ന് അഗെയിൻ x = L എന്നും y = 0 എന്നുള്ള ഇക്വേഷൻ അത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത വാല്യൂ കിട്ടുന്നു. അങ്ങനെയാണ് പിയിലേക്ക് നമ്മൾ എത്തുന്നത്. 1 എൻഡ് ഫിക്സഡ് അതർ എൻഡ് ഹിഞ്ചിനകത്താണെങ്കിൽ നമുക്കൊരു ഫിക്സഡ് മൊമെൻറ്റ് MA ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മൊമെൻറ്റ് -PY ഉണ്ട്. അതിനാണ് നമ്മൾ നേരെ EI(d²y/dx² ഇക്വേറ്റ് ചെയ്യുന്നു. അഗെയിൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വൈയിലേക്ക് എത്തുന്നു. എക്സിന് 0 വൈക്ക് 0 കൊടുക്കുന്നു, അവിടെ നിന്ന് എയുടെ വാല്യൂ കിട്ടും. എക്സിന് 0 dy/dxന് 0 കൊടുക്കുമ്പോൾ നമുക്ക് ബിയുടെ വാല്യൂയും എക്സിന് എല്ലും വൈക്ക് 0 കൊടുക്കുമ്പോൾ അടുത്ത ഇക്വേഷനും അങ്ങനെ അതിൽ നിന്ന് പിയുടെ ടേമിലേക്ക് നമ്മൾ എത്തുന്നു. ഇനി നമുക്ക് സ്ലണ്ടർനെസ് റേഷ്യോ എന്നൊരു ഡെഫിനേഷനിലേക്ക് പോകാം. നമ്മുടെ LE/A എന്നുള്ള ടേം നമ്മുടെ പിയുടെ ഇക്വേഷൻ അതുള്ളത്, അതിനാണ് നമ്മൾ സ്ലണ്ടർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. യൂളേഴ്സ് ഇക്വേഷന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് LE/Kയുടെ വാല്യൂ ഒരു 78.5 ലെസ് ആണെങ്കിൽ നമുക്കൊരിക്കലും അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല മൈൽഡ് സ്റ്റീലിൽ നിന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രൂഫാണ് നമ്മളവിടെ എഴുതി വെച്ചേക്കണത്. നമുക്കറിയാം മൈൽഡ് സ്റ്റീലിൻ്റെ ക്രഷിങ് 320 MPa ഈ 200 ആണ്. അപ്പോൾ ഇത് നമ്മൾ നേരെ പിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അവിടെ നമുക്ക് LE/Kയുടെ വാല്യൂ 78.5 എന്ന് കിട്ടുന്നു. അപ്പോൾ അതിന് താഴെയാണെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ഇക്വേഷൻ വാലിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇതിൽ നിന്നാണ് നമുക്ക് റാങ്കൈൻസ് ഫോർമുല എത്തുന്നത്. നമുക്ക് 1/PR = 1/P CS + 1/P എന്നൊരു ഇക്വേഷൻ എഴുതാം. ഇതിനകത്ത് PR റാങ്കൈൻ്റെയും CS എന്നുള്ളത് PCS എന്നുള്ളത് ക്രഷിംഗ് ലോഡും, അതുപോലെ P എന്നുള്ള യൂളേഴ്സിൻ്റെ ലോഡും ആണെങ്കിൽ ഈ ക്രഷിംഗ് ലോഡും യൂളേഴ്സിൻ്റെ ലോഡും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റാങ്കൈൻ ലോഡ് കിട്ടണം. അങ്ങനെയാണ് ഇക്വേഷൻ നമ്മൾ എഴുതിയത്. അപ്പോൾ ഷോർട്ട് കോളം ആണെങ്കിൽ നമുക്ക് 1/P എന്നുള്ളത് ഭയങ്കര സ്മോൾ വാല്യൂ, അതുപോലെ ലോങ് കോളം ആണെങ്കിൽ പിയുടെ വാല്യൂ ചെറുതും 1/P അപ്പോൾ ഹൈ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ നമുക്ക് PR എന്നുള്ള നമ്മുടെ റാങ്കൈൻ്റെ ഫോമിലേക്ക് വരും. സെക്ഷൻ മോഡുലസ്
നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ 4 പഠിച്ചു തന്നെയാണ്. നമ്മുടെ I/Y എന്നുള്ള ഫോമുലനെ വിളിക്കുന്ന പേരാണ് സെക്ഷൻ മോഡുലസ്. പിന്നെ കേൺ ഓഫ് എ സെക്ഷൻ, ഒരു കോർ പോർഷൻ എടുക്കുക, ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ സർക്കിളോ റെക്റ്റാങ്കിൾ എന്താണ് അതിൻ്റെ ഒരു കോർ പോർഷൻ എടുത്തിട്ട് അവിടുത്തെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു റീജിയനിൽ നമ്മൾ എന്ത് കംപ്രസീവ് ഫോഴ്സ് കൊടുത്താലും അവിടെ ടെൻഷൻ ഉണ്ടാവില്ല. ആ റീജിയനാണ് നമ്മൾ കേൺ ഓഫ് എ സെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് കോളത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഷോർട്ടും ലോങ്ങും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ നമുക്ക് റേഷ്യോ ഉണ്ട്, അതായത് എഫക്റ്റീവ് ലെങ്ത് LEയുടെ, അതുപോലെ ഏറ്റവും ചെറിയ ഡയമെൻഷൻ അതിൻ്റെ, അതായത് ബ്രെഡ്ത്താണോ അതുപോലെ തന്നെ വിഡ്ത്താണോ അതിൽ ഏതാണ് ചെയ്തത് അതിൻ്റെ റേഷ്യോ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണെങ്കിൽ നമുക്ക് ഷോർട്ട് കോളും, അതിന് മുകളിലാണെങ്കിൽ നമുക്കതിനെ ലോങ് കോളെന്ന് വിളിക്കാൻ പറ്റും. നമ്മുടെ EI യങ്സ് മോഡുലസ് ഇൻ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, അതിനെയാണ് നമ്മൾ ഫ്ലെക്ഷ്വറൽ റിജിഡിറ്റി എന്ന് പറയണത്. അതും ഡെഫിനിഷനായിട്ട് ചോദിക്കാറുള്ളതാണ്. അടുത്തത് നമ്മുടെ ടോർഷൻ്റെ ഡെറിവേഷനിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോബ്ലം ചെയ്തപ്പോൾ ഒരു ഷാഫ്റ്റിൻ്റെ ഒരു എൻഡിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ തിരിക്കുന്നതിനാണ് ടോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ഷിയർ സ്ട്രെയിൻ ഉണ്ടായി, അതായത് ഡിഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത്. ഇപ്പോൾ A' ആണ് അവിടെ ഡിഫോം ചെയ്തത്, അതിന് ലെങ്ത് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കതിനെ tan⁵ എന്ന് വിളിക്കാം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജൻസ് സൈഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ചെറുതായതുകൊണ്ട് നമുക്കതിന് tan⁵ എന്ന് വരെ എന്ന് എഴുതാം. അപ്പോൾ A' എന്ന് വെച്ചാൽ ആർക്കാണ് r⁵, അപ്പോൾ φ = r⁵/L എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം φ = τ/g ആണെന്ന് നമ്മൾ മൊഡ്യൂൾ 2 ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് τ/g = r⁵/L, അതല്ലെങ്കിൽ τ/r = g⁵/L τ/x എന്നുള്ളൊരു ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. ടോർഷനും അസംഷൻ ഉണ്ട്. യൂണിഫോം മെറ്റീരിയൽ ആയിരിക്കണം ത്രൂ ഔട്ട്, അതുപോലെ തന്നെ ട്വിസ്റ്റ് യൂണിഫോം ആയിരിക്കണം. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും പ്ലെയിൻ സെയിം ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ കുറച്ച് അസംഷനും പഠിച്ചു വയ്ക്കുക. ടോർഷൻ കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ എനർജിയുടെ ഒരു ഡെറിവേഷനാണ് അടുത്തത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ τ/r = g⁵/L എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ടോയ്ക്കൊരു സ്മോൾ r/R എന്നൊരു ഇക്വേഷനൊക്കെ നമ്മൾ എത്തുന്നു. നമ്മളൊരു സർക്കുലർ എലമെൻറ്റിൽ വേറൊരു റിങ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ റിങ്ങിൻ്റെ ഏരിയ 2πr dr ആണ്. അപ്പോൾ വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത്, അപ്പോൾ നമ്മൾ ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സ്ട്രെയിൻ എനർജി നമുക്കറിയാം, ഷിയർ സ്ട്രെസ്സിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് /2g ഇൻറ്റു വോളിയം, അതാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് 0 to r വരെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to r² dn നമ്മൾ j എന്ന് കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഡ്യൂ ടു ടോർഷൻ്റെ ഇക്വേഷൻ കിട്ടും.